ഈ പൂരത്തിൻ്റെ ആവേശത്തിലേക്ക് നമുക്ക് കുറച്ച് അമ്മമാർ വരുന്നുണ്ട്. അവരുടെ വിശേഷങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. പൂരത്തിൻ്റെ ആവേശമാണല്ലോ അല്ലേ? എങ്ങനെയാണ് പൂരത്തോണ? ഞങ്ങള് പാലക്കാട്ടുകാരാണ്. പാലക്കാട്ടിൽ നിന്ന് ഇവിടെ തൊഴാനായിട്ട് വന്നു. എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. കണ്ടിട്ട് പോവാലോ. പൂരൊക്കെ കണ്ടിട്ട് മൊത്തം കണ്ടിട്ട് പോയാൽ മതി. നാളെ കാലത്തേ പോണുള്ളൂ. അപ്പൊ ഇന്നിപ്പോ നമുക്ക് ഇവിടെയാണ് നമ്മുടെ തെക്കോട്ടിറക്കം നടക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ നേരത്തെ? ഓ, നേരത്തെ വന്നിട്ടില്ല. അമ്പലം തൊഴാനായിട്ട് വന്നിട്ടുണ്ട്. പൂരത്തിന് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ ഇത്രയും പേര് നിങ്ങൾ എങ്ങനെ ഒരുമിച്ച് വന്നേ? ഇന്നോവയിൽ വന്നാണ്. അപ്പൊ വേറെ ആരൊക്കെ കൂടെ ഉണ്ടോ? ഇങ്ങോട്ട് വായോ, വായോ, വായോ. കേറുന്നോ. പേരൊക്കെ ഒന്ന് പറഞ്ഞേ. പേരെങ്ങനെയാ? പേര് ചന്ദ്രിക. ലക്ഷ്മി. എന്റെ രത്നം. കോമളം. കമലം. ഇല്ല. കമലം. രാജേശ്വരി. വേശുവമ്മ. മാധുരിക്കുട്ടി. എല്ലാവരും പാലക്കാടാണ്. അതെ, കൂട്ടുകാരാണ്. ഒരു ഫാമിലിയാണ്. എങ്ങനെയാ? ഞാൻ കുറച്ചും കൂടി അമ്മ ഇങ്ങോട്ട് വരൂ. എത്ര കാലമായി തൃശ്ശൂർ പൂരം കാണാൻ തുടങ്ങിയിട്ട്? ഞാൻ ആദ്യമായിട്ടാണ് പൂരം കാണാൻ ഞങ്ങൾ ആദ്യമായിട്ട് ഫസ്റ്റ് വരികയാണ്. ഞങ്ങള് അമ്പലം വന്നിട്ട് തൊഴുതിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ പൂരത്തിനായിട്ട് ആദ്യമായി വന്നാണ്. അപ്പൊ ഇന്നിവിടെ താമസം നാളെ പോവുള്ളൂ. കുടമാറ്റൊക്കെ കാണണ്ടേ നമുക്ക്? അപ്പൊ അത് കണ്ടിട്ടേ ഞങ്ങൾ പോകുള്ളൂ. തെക്കേ ഗോപുരം തുറന്ന് ഇത് ഇന്ന് തെക്കേ ഗോപുരം നട തുറന്നിട്ട് പൂരം വിളംബരം എന്ന് പറയും. അതായത് മറ്റുള്ളവരൊക്കെ ക്ഷണിക്കലാണ് ആ ചടങ്ങ്. എന്നിട്ട് നാളെ ഉത്സവം. ഇന്ന് പൂരമായിട്ട് ബന്ധപ്പെട്ട് തുറക്കും. എന്നുവെച്ചാൽ ഈ ഗോപുരം തുറന്നിട്ടാണ് ഇങ്ങോട്ട് തെക്കോട്ടിറക്കം എന്ന് പറയുന്നത്. അപ്പോൾ നെയ്തലക്കാവിൽ ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ വിളംബരമാണ്. അപ്പോൾ അല്ലാതെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, അത് പൂരത്തിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെയാണ് നമുക്ക് ഈ പൂരം ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും അകത്തിരിക്കുന്ന ആൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാഴ്ചക്കാരനായിട്ട് തന്നെ നമ്മളെപ്പോലെ തന്നെ ഇരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. തുറന്ന് കാണിച്ചു കൊടുത്താലല്ലേ തുറക്കാൻ പറ്റും. തുറന്നാലല്ലേ അയാൾ കാണുള്ളൂ. തുറന്ന് കാണും. അതായത് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഈ വഴിയിൽ. ഈ ഗോപുരവാതിൽ തുറക്കും. ഇവിടെ അലങ്കാരമൊക്കെ ചെയ്യണം. ക്ഷേത്രത്തില് ചടങ്ങുകളല്ല, നമ്മുടെ പൂരത്തിന്റെ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഗോപുരവാതിൽ തുറന്നിറങ്ങുന്ന ഒരു ചടങ്ങുണ്ട്. തെക്കോട്ടിറക്കെന്നാണ് അതിന് പറയുന്നത്. അപ്പൊ അതെല്ലാവരും കാണാൻ വേണ്ടി കുറച്ച് കഴിയുമ്പോൾ നമുക്കിപ്പോൾ നിൽക്കും പോലല്ല, ഭയങ്കര തിരക്കായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഒരുപാട് ആളുകൾ അത് കാണാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങതാ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ആളെല്ലാം വന്ന് കയറുന്നത്. കണ്ടിട്ട് പോവാ. ഇവിടെയുള്ള പരിസരവാസികൾ പറഞ്ഞു ഇല്ലാന്ന്. ക്ഷേത്രത്തിലെ ചടങ്ങായിരിക്കും ഒരു പക്ഷേ. ക്ഷേത്രത്തെ ചടങ്ങായിട്ട് പൂരം നാളെയാണ്. ഇന്ന് പൂര വിളംബരം എന്ന് പറയും. അതല്ല, അവരെന്താ പറഞ്ഞാറ്, ദേവി വെയിൽ കൊള്ളാത്ത മുമ്പാണ് നേരത്തെ പഴയ ശാസ്ത്രപ്രകാരം തുറക്കുന്നത്. അപ്പൊ ഇല്ല, അപ്പൊ വെയിലായില്ലേ പറഞ്ഞു. അല്ല, അങ്ങനെയല്ല. ഇന്ന് 10 മണിക്കാണ് തെക്കോട്ടിറക്ക് എന്ന് പറയുന്ന ചടങ്ങ്. അതായത് പൂരം വിളംബരം. നാട്ടുകാരനൊക്കെ നമ്മൾ പറയില്ലേ, ഇന്ന് ഉത്സവമാണ് എല്ലാവരും വരണം എന്ന് പറഞ്ഞ് ക്ഷണിക്കുന്ന ചടങ്ങ് പോലെയാണ്. അതാണ് അതിൻ്റെ ആ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. എന്നിട്ട് നാളെ ഉത്സവം. നാളെ മറ്റ് ചെറുപൂരങ്ങളൊക്കെ വരും. നാളെയാണ് അതിൻ്റെ ഇത് നോക്ക്, ഉരുകി തളർന്നിട്ടും കൂടെ പൂരം കാണാൻ വന്നിരിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിൽ എല്ലാ ചൂട് ഞങ്ങൾ അതിനെല്ലാം വയസ്സായ ആൾക്കാരൊക്കെ. അപ്പൊ ഇവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ ഇവിടെ മുഴുവൻ നടന്ന്, നമ്മുടെ തൃശ്ശൂർ നഗരി മുഴുവൻ നടന്ന് കാണണം. അപ്പൊ ചമയൊക്കെ ഉണ്ട്. ചമയം അത് പാർമേക്കാവിൻ്റെത്. നമ്മുടെ പ്രിയപ്പെട്ട ഓട്ടോച്ചേട്ടന്മാരുണ്ട്, അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. 2 ഓഡിറ്റോറിയത്തിലായിട്ടാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആളുകളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ നമുക്ക് സഹായിക്കാനൊക്കെ ഉണ്ട്.
അവർ കൃത്യമായിട്ട് പറഞ്ഞു ശരി ശരി, ഞങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പരിസരം അവരുടെ ആൾക്കാർ ഇത് രണ്ടെണ്ണമാണ്. അതായത് ഒന്ന് പാർമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും. അവരുടെ പാർമേക്കാവിൻ്റെ കൗസ്തുഭത്തിലും തിരുവമ്പാടിയുടെ അഗ്രശാല എന്ന് പറയും. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പോവാം. എന്തായാലും കാണണം. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പം പൊളിക്കും. ഞങ്ങള് അപ്പോൾ ഒത്തിരി സ്നേഹം കേട്ടോ. പൂരമൊക്കെ കണ്ട് തൃശ്ശൂരെല്ലാം കണ്ട് ആഘോഷമായിട്ട് വരണം. അപ്പൊ അമ്മമാരൊക്കെ വൈബിലാണ്. അതെ അതെ, നമ്മൾ വിചാരിക്കണ മാതിരിയല്ല. ഉറപ്പായിട്ടും അടുത്തതിലും വരണം. അടുത്തതിലും നമ്മൾ കാണും.